ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഏവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് കേട്ടോ, നൈസായിട്ടുള്ള അരിപ്പൊടി. 4 ടീസ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. 5 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. അപ്പോൾ അരിപ്പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്ത അരിപ്പൊടി ആണെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അരിപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പ് വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പം നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും തേങ്ങ ചിരകിയതും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ തുടങ്ങാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം എടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം, ഒഴിച്ചു കൊടുത്തിട്ട്. ഇനിയും കുറച്ച് വെള്ളം ചേർത്തത് മാവ് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. കൈകൊണ്ട് ഇത് നന്നായി കുഴച്ചെടുക്കാം. ഇതുപോലെ ആയി കിട്ടണം. ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുത്ത് വാഴയിലയിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ്, അതിൻ്റെ മുകളിലൊരു ഇലയോട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ച് അമർത്തിയിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. കൈകൊണ്ട് കിട്ടുമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. ചപ്പാത്തി പലകയിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത്. ആദ്യം ഒരു ഇല വെച്ചു, അതിനിടയിൽ ഒരു ഉരുള മാവ് വെച്ചു, പിന്നെ ഒരു ഇലയും കൂടെ വെച്ച് നമ്മൾ പ്ലേറ്റ് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് ഇതുപോലെ കിട്ടും. നമുക്ക് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാവ് കൂടുതലായിട്ട് എടുത്താൽ മതിയാവും. ഇനി ഇതിങ്ങനെ ഒരറ്റത്ത് നിന്ന് ചുരുട്ടി വേറെ ഒരറ്റത്തേക്ക് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇപ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ കൂടി തടവിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മളിത് വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോൾ വല്ലാത്തൊരു സ്വാദാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഇത് വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നല്ല ഷേപ്പായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെയധികം എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് കൂടിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ എല്ലാ കുഴലപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു.